ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ 5:58 അപ്പോൾ സമയം. നമ്മൾ കുറേ ദിവസമായി രാവിലെയൊക്കെ വർക്കിന് ഇറങ്ങിയിട്ട്. നല്ല മഞ്ഞാണ്, കോട മൂടി കിടക്കുകയാണ്, ഒന്നും കാണുന്നില്ല പുറത്തേക്കൊന്നും. അപ്പോൾ ഊബർ, യാത്രി, റാപ്പിഡോ എല്ലാം ഓൺ ആക്കിയിട്ടുണ്ട്. 3 പ്ലാറ്റ്ഫോം ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ട്, 2 പുള്ളിയേ ഉള്ളൂ. അപ്പോൾ ഇനി എന്നത്തെയും പോലെ ട്രിപ്പിന്റെ അടിയിൽ ഓഫ് ആക്കണ്ട, അപ്പൊ തന്നെ അടിക്കാൻ പോവാം നമുക്ക് കാക്കനാട്ടിക്ക്. വണ്ടി കോൾഡ് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. കുറെ നേരം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെ ക്ലോത്ത് നനച്ചെടുത്തിട്ടുണ്ട്. നമ്മള് പണ്ടത്തെ പോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. വേഗം പോയിട്ട് CNG അടിക്കട്ടെ. ഊബർ ഓൺ ആക്കിയിട്ട് ഇപ്പൊ ഒരു 5-6 മിനിറ്റ് ആയി. സർജ് എവിടേക്ക് കാണിക്കുന്നുണ്ട് ഊബറിന്റെ ആപ്പില്. അപ്പൊ ഏതായാലും പോയിട്ട് CNG അടിക്കട്ടെ. ഫോണിന് ഇവിടെ അപ്ഡേഷൻ ഒന്നും ഇല്ല കേട്ടോ, ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. വേഗം ഗേറ്റ് അടക്കട്ടെ. ഗേറ്റ് അടച്ചിട്ടില്ലെങ്കിൽ ഇവിടെ പട്ടിയാളെ ശല്യങ്ങളുണ്ട്. അടിയിലൊക്കെ കുട്ടികളുള്ളതുകൊണ്ട് നമ്മള് ഏകദേശം ഇവിടെ സൺറൈസ് ഹോസ്പിറ്റലിലാണ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ട്രിപ്പ് 0 ആക്കിയത്. ഇതുവരെ 40-ൽ കടക്കായിരുന്നു, ഇപ്പൊ 2 ആയിട്ടുണ്ട്. 200 മീറ്റർ ആയിട്ടുണ്ട്. നമ്മളത് ട്രിപ്പ് ഇടാൻ മറന്ന്. നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ. ഏകദേശം എന്റെ മനസ്സിൽ ഒരു 7 മണി വരെ രാത്രി ഒക്കെ ഓടണമെന്നുണ്ട് കേട്ടോ. ആവോന്നറിയില്ല. അപ്പൊ അത്ര ആകുമ്പോഴത്തേന് എത്ര കിലോമീറ്റർ ആവും എന്നൊക്കെ നോക്കാലോ. ഇതുവരെ ട്രിപ്പ് നടത്തിട്ടില്ല ഊബറിൽ. വേഗം പോയിട്ട് CNG അടിക്കട്ടെ. അങ്ങനെ നമ്മള് CNG പമ്പിലേക്ക് എത്തിട്ടോ. കാക്കനാട് CNG പമ്പ്. കൊറേയൊക്കെ മഞ്ഞ് പോയി. നമ്മള് ഗ്ലാസ് താത്തിട്ടാ പോകുന്നത്. എന്നാലും ഫ്രണ്ട് ഗ്ലാസ് ഇവിടെ ഒന്ന് തുറക്കണം. നമ്മളെപ്പോഴും വണ്ടി കേൾക്കണോണ്ട് ഉള്ളിൽ തുറക്കണില്ല. അപ്പൊ നമ്മളെ ക്ലോത്ത് കൊണ്ടൊന്ന് തുടച്ചാല്. ട്രിപ്പ് അടിച്ചിട്ടില്ല. 6:09 സമയം. നേരം വെളുത്ത് വെളുത്ത് വരികയാണ്. ഈ നേരം വെളുക്കണതിന്റെ ബ്ലോക്ക് ആവുന്നതിന് മുമ്പ് 2 ട്രിപ്പ് അടിച്ചാല് ഭാഗ്യമായിരുന്നു. ഇവിടെ 2 വണ്ടി CNG അടിച്ചോണ്ടിരിക്കുന്നത്. കഴിഞ്ഞിട്ട് വേണം അടിക്കാൻ. അങ്ങനെ നമ്മളെ CNG അടിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ. ഇനി കുറച്ച് എയറും പാട് അടിക്കണം. കുറെ ദിവസം എയർ അടിച്ചിട്ട്. അപ്പോ CNGയിൽ നമ്മൾ ഓടിയത് എത്ര കിലോമീറ്ററാ കഴിഞ്ഞതില്? 150 കിലോമീറ്റർ. അത് 0 ആക്കിയിട്ടുണ്ട്. 672 രൂപ കട്ടടിച്ചത് ഫുൾ ടാങ്ക് CNG. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റാപ്പിഡോയില് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയോ? അത് കിട്ടിയില്ല കേട്ടോ. ഞാനത് എന്ത് സംഭവം ഇങ്ങനെ കബാഷു. അത് എവിടുന്നാണ് പിക്കപ്പ്? നമ്മള് എയർ അടിക്കുന്നില്ല കേട്ടോ. കറക്റ്റ് നമ്മളെ വണ്ടി അപ്പത്തിന് പോവുകയും ചെയ്തു. പക്ഷേ അതിന് സമയമില്ല. അപ്പൊ ചിലപ്പോ ട്രിപ്പ് ക്യാൻസൽ ആവും. അങ്ങനെ പ്രശ്നമുണ്ട്. ഞാൻ ഈ റാപ്പിഡോന്റെ ട്രിപ്പ് ഇത് അക്സെപ്റ്റ് ആയത് ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാല് നമ്മള് CNG അടിക്കുന്ന സമയത്ത് ട്രിപ്പ് വന്നു, ഞാൻ വേഗം അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ എനിക്ക് എന്തൊക്കെ റോങ് ആയിട്ട് എന്തൊക്കെ എഴുതി കാണിച്ചു. 2-3 വട്ടം തെറ്റിയിട്ട് ഹാങ് ആയി ഫോണ്. അപ്പൊ ഞാൻ അത് അക്സെപ്റ്റ് ആയിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കണം. ഊബർ ഓഫ് ചെയ്തിട്ടില്ല. ഊബർ ഓഫ് ചെയ്യട്ടെ. നമ്മളെ പാലച്ചോട് റോട്ടിൽ നിന്നാണ് കേട്ടോ പിക്കപ്പ് ഉള്ളത്. പാലച്ചോട് റോട്ടിൽ നിന്ന് UP സ്കൂൾ റോഡോ അങ്ങനെ എന്തോ കാണിക്കുന്നുണ്ട്. അവിടുന്നാണ് പിക്കപ്പ് ഉള്ളത്. 9 കിലോമീറ്റർ 200 രൂപയുടെ ട്രിപ്പാ. കുഴപ്പമില്ല. ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ടൗൺ ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഊബർ ചിലപ്പോൾ അടിച്ചോളും. ഇനി ഏതായാലും കാട്ടുമുക്കാണെങ്കിൽ ഊബർ ചിലപ്പോൾ തിരിഞ്ഞു നോക്കൂല. രാവിലെ ഓൺ ആക്കിയാണ്ട് അപ്പൊ ഇതിനെ ഓഫ് ആക്കുകയും ചെയ്ത്. എന്നിട്ട് പിന്നെ വല്ല ലോക്കലിൽ എവിടെയും പോയി കടന്നാല് പണി കിട്ടും. എവിടുക്കാന്ന് ഞാൻ നോക്കിയില്ല. ഏതായാലും ഇപ്പൊ എടുത്താലേ 200 രൂപയുടെ ട്രിപ്പാ. നമ്മളാ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടോ. അത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. ഇവിടെ എത്തിയ ഉടനെ നമുക്ക് ഊബറിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇതും 200 രൂപയുടെ ട്രിപ്പാ. അവർക്ക് കുറെ ലഗേജും കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞാന് 2 ആൾക്കാരെ കയറ്റുള്ളൂ. 4 ആൾക്കാരെ പോവുള്ളായിരുന്നു. കുറെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കുറെ ലഗേജും. അവൻ ഷോക്കാണ് ഗേസ്. അടുത്ത ട്രിപ്പും ഇതുപോലെ തന്നെ. ഞാനൊരു പിൻ നമ്പർ അടിച്ചിട്ടില്ല. കാരണം കണ്ടോ, വെയിറ്റിംഗ് ചാർജ് കൂടിക്കൊണ്ടിരിക്കണം. ഇനി പൈസ ഇട്ടണമെന്നുണ്ടെങ്കിൽ 2771 എന്നാണ്. അപ്പോ ഇത്ര അടിച്ചു വെക്കാം. ബാക്കി അടിച്ചാൽ നമുക്ക് വെയിറ്റിംഗ് ചാർജ് കിട്ടൂല. ഇതും ഒരു കവറും ലഗേജും വെച്ചിട്ട് പോയിക്കണു ആള്. ഇതുവരെ ഇവിടെ ഒരാളും പാടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചേച്ചിയാണ് പുറത്തേക്ക് പോയത്. മറ്റേ ട്രിപ്പേ കുറെ ആൾക്കാരും മറ്റേ കുറെ ട്രോളിയും ബാഗും. അപ്പൊ ടൂറിസ്റ്റ് ആളാണ്. അതിൽ 2 മലയാളീസ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മറ്റേ ബാഗിനെ കയറ്റിപ്പിനോട് പറഞ്ഞു 4 ആളെ പോകുള്ളൂ കേട്ടോ. ഓക്കെ 4 ആളെ കയറുള്ളൂ പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് ബാഗ് കയറ്റാം. 2 ആള് കയറുള്ളൂ. 3 ആളെ കയറാൻ കയറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ബാഗ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഞാൻ പറഞ്ഞു ഇത് ഫുള്ള് പോകൂല, അവിടെ പ്രശ്നമാണ്. ഇത്ര ലഗേജ് ലോഡ് വണ്ടിയിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് നൈസിൽ ഒഴിവാക്കി. ഒരു ഇയോണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ബാക്കിലുണ്ടായിരുന്നു. ആൾക്ക് കുഴപ്പമില്ല. ആളെ ടിക്കറ്റ് ചിലപ്പോൾ ഒരു ചെറിയ ബാഗൊക്കെ കൊള്ളുള്ളൂ. ഞാൻ ഇയോൺ ഓടിയുന്നതാ. അതിലെന്തായാലും ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പൊ വേറെ ബാഗിന് ഒരുപാട് വിളിപ്പിച്ചു. ഒക്കത്തിനേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇന്ത്യയിൽ വേറെ 2 ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. പിന്നെ ടിക്കറ്റിൽ ട്രോളി വെച്ചൊരു ബാഗും വെച്ചു. പിന്നെ ഇവരുടെ കയ്യിലൊരു ബാഗ് വെച്ചു. നമ്മളെ കസ്റ്റമർ വരുന്നുണ്ട്. ഇതൊന്നും ഡ്രോപ്പ് ചെയ്തത് ഫോട്ടോ ചീക്കാണ്. ഓരോരോ വള്ളി കസ്റ്റമറുകളാണല്ലോ. ഇപ്പൊ ചേച്ചി ഇങ്ങനെ ഡോറ് തുറക്കണടുത്ത് വന്നിട്ടുണ്ടോ. ചേട്ടൻ വന്നാണ്ട് പിന്നെയും പോയി ബാക്കൊക്കെ തന്നെ. റാപ്പിഡോയില് വേറെ ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോൺ വിളിക്കായിരുന്നു ഇയാൾക്ക്. അപ്പൊ അതിന്റെ ഇടയിൽ റാപ്പിഡോയില് ട്രിപ്പ് വന്ന് അക്സെപ്റ്റ് ആയി. ചിലപ്പോ നല്ലതിന് വേണ്ടിയിട്ടേക്ക് അക്സെപ്റ്റ് ആയിട്ടുണ്ടാവുക.
പിന്നെ ഞാൻ വേഗം ഏതായാലും ഒന്ന് വേഗം ക്യാൻസൽ ചെയ്യണം. കാരണം 2 കസ്റ്റമർ വണ്ടിന്റെ അടുത്തേക്ക് വന്നാലേ പ്രശ്നമാവും. റാപ്പിഡോ ഞാൻ അറിയാണ്ട് എടുത്തു പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അതൊന്നും കേൾക്കണ്ടേ ഇല്ല. അപ്പൊ ഊബർ നമുക്ക് എന്തായാലും ക്യാൻസൽ ചെയ്യലോ നടക്കൂലല്ലോ. റാപ്പിഡോ ക്യാൻസൽ ചെയ്ത്. വേണ്ടിയില്ല തോന്നുന്നുണ്ട്. ഒരു ജോവലോ അങ്ങനെ എന്തോ ആയിരുന്നു പേര്, നല്ലൊരു കസ്റ്റമർ ആയിരുന്നു തോന്നണേ. അതെങ്ങാനും എടുത്ത് പോയാൽ മതി. ഞാൻ ഇത്ര ഫെയർ നോക്കിയില്ലോട്ടെ, കാരണം ഞാൻ അറിയാണ്ട് അക്സെപ്റ്റ് ആയതാണ്. ഫോൺ ഇങ്ങനെ വെച്ചപ്പോ നമ്മളെ കസ്റ്റമർ വണ്ടി കയറണേ ഇല്ല, പിൻ നമ്പർ അടിക്കാത്ത ഭാഗ്യം. അങ്ങനെ നമ്മള് ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഇതാ അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട്. ആ ട്രിപ്പ് കഴിഞ്ഞപ്പോഴേ അപ്പത്തന്നെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ? അപ്പൊ ഞാൻ ഇവിടെ അരേവിട് എന്നുള്ള മെസ്സേജ് അയച്ച്. ആളെനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, കുറച്ചപ്പുറത്താ. ഈ റോട്ടിലാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇടാൻ സ്ഥലമില്ല, ഈ സൈഡിൽ കൂടെ ഒക്കെ വണ്ടി ഇട്ടിട്ടേ ഇവിടെ ചെറിയ ഗ്യാപ്പ് ഇപ്പൊ കൊടുത്തുക്കണു. അപ്പൊ ആളിത് മെസ്സേജ് അയച്ചേക്കണേ. സോറി, ദ റിസർവേഷൻ വാസ് ടു ഏർലി, വി വിൽ 20 മിനിറ്റ്സ് സ്റ്റിൽ പോസിബിൾ ഫോർ യു. റിസർവേഷൻ ആയിരിക്കും ചിലപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് റിസർവേഷൻ ഒന്നല്ല വന്നിക്കണേ. ഞാനോ? അല്ല, റിസർവേഷൻ അല്ല, നോർമൽ ട്രിപ്പാ. കോൾ ചെയ്തിട്ട് പോണില്ല, അതാണ് പ്രശ്നം. കോൾ ചെയ്യുമ്പോ അപ്പൊ തന്നെ കട്ടാവാണ്. ഇന്ന് മൊത്തം വള്ളികളാണല്ലോ രാവിലെ തന്നെ. ആ കോള് കട്ടായി. ഞാൻ അങ്ങോട്ടൊരു മെസ്സേജ് അയച്ചുകൊണ്ട് നോട്ട് റിസർവേഷൻ. ഇതിന്റെ അർത്ഥം എന്തെങ്കിലും അറിയില്ല കേട്ടോ. അതെന്നെ തോന്നുന്നുണ്ട് റിസർവേഷൻ എന്നൊക്കെ പറഞ്ഞുക്കണല്ലോ. മെസ്സേജ് അയച്ച ഉടനെ കണ്ടുക്കണു. നമ്മളെ റിപ്ലൈക്കും വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഷോ, ചിലപ്പോ ക്യാൻസൽ ആവുമായിരിക്കും. ക്യാൻസൽ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. കഴിഞ്ഞ ട്രിപ്പ് പോകുന്നത് അവർക്കും ഒരുപാട് ആൾക്കാരുണ്ട്. ദൂരത്ത് ഏത് യാത്ര കഴിഞ്ഞ് വരികയാണ്. അപ്പൊ 3 ഫാമിലിയാന്ന് തോന്നുന്നുണ്ട്. 3 ആൾക്കും ഏകദേശം അടുത്തൊക്കെ തന്നെയാണ്. അപ്പൊ 3 ആളും 3 വണ്ടിയാണ് ബുക്ക് ചെയ്യണത്. ഇവർക്ക് ആഡ് സ്റ്റോപ്പ് അടിക്കണ അറിയില്ലോണ്ടോ. ഞാനത് പറയാനും നിന്നിട്ടില്ല, കാരണം ഇനി നാളെ മറ്റന്നാ നമുക്ക് തന്നെ ട്രിപ്പ് വരിക. ഈ ആഡ് സ്റ്റോപ്പ് അടിക്കണ ഭയങ്കര ഒരു ചടപ്പ് പരിപാടിയാണ്. മറ്റേത് 2 ഡ്രൈവർമാർക്ക് ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിക്കട്ടെ അല്ലെ. അതുകൊണ്ട് ആ കാര്യം ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇവിടെ എത്തിയപ്പോ നമുക്ക് വെയിറ്റിങ്ങിന് റേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അങ്ങനെ തോന്നണത്. ഇവിടെ വന്നപ്പോ 252 ക്യാഷ് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒരു ചില്ലറ കണക്കിൽ വന്നുകൊണല്ലോ. അപ്പൊ വെയിറ്റിങ്ങിന്റെ പൈസ ആയിരിക്കും. പക്ഷെങ്കിൽ അവര് 500ന്റെ ഒരു നോട്ടാ തന്നെ. അതുകൊണ്ട് എനിക്ക് ബാക്കി കൊടുക്കാനൊന്നും ഇല്ല. ആളോട് ഞാൻ ചില്ലറ ഉണ്ടോ ചോദിച്ചു, 500 വന്നപ്പോ. അപ്പൊ ആൾക്ക് ചില്ലറ ഇല്ല. അപ്പൊ ആളെ വൈഫിനെ വിളിച്ചിട്ട് എടി ഒരു 230 പാട്ടിക്കാരൻ. അപ്പൊ ഞാൻ പറഞ്ഞു 250 ആൾ. 250 ആണല്ലേ. എനിക്ക് തോന്നുന്നു ചിലപ്പോ 20 റുപ്യൊക്കെ വെയിറ്റിങ്ങിന് കൂടിയോ. അത്ര കൂടാൻ ചാൻസ് ഇല്ല, കാരണം അവര് 230 എന്നാ പറഞ്ഞത്. അവര് ബുക്ക് ചെയ്തപ്പോ 230 വെയിറ്റിങ്ങിന് കൂടിയതാണോ എന്ന് അറിയില്ല. നമുക്ക് ഇപ്പോഴത്തെ പുതിയ അപ്ഡേഷനില് വെയിറ്റിങ്ങിന് വന്നൊന്നും കാണാൻ കഴിയണില്ല. അത് നമ്മളെ വാലറ്റ് ഒന്ന് കുറയാൻ തോന്നുന്നുണ്ട്. അങ്ങനത്തെ എന്തൊക്കെയൊരു പരിപാടിയാണ്, നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയൂല. ഏതായാലും ഇപ്പൊ ഇനി ഇതെന്താവുന്നാവോ. ഇത് നമ്മളെ വെയിറ്റിങ്ങിന്റെ മറ്റേത് വന്നിട്ടുണ്ട്. പച്ച കളർ എത്തിയിട്ടുണ്ട് സമയം. പച്ച കളറിൽ വന്നിട്ടുണ്ട്. ഇതുണ്ടോ? ഇതുവരെ ഇത് ചുവപ്പ് കളറിലായിരുന്നു. ഇനി ഇതൊരു 4 മിനിറ്റും കൂടി ആയാല് നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടും. ഇപ്പൊ നമുക്ക് ഏകദേശം ഇപ്പൊ എലിജിബിൾ ആയിട്ടുണ്ടാവില്ല. ഇനി ഇത് 4 മിനിറ്റും കൂടി ആകുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്താലും പൈസ കിട്ടുന്നില്ലൊരു മെസ്സേജ് വരും. അതിനുശേഷം നമുക്ക് ക്യാൻസൽ ചെയ്താൽ പൈസ കിട്ടും. ഞാൻ ഏതായാലും വണ്ടി ഇവിടെ എവിടെയും പാർക്ക് ചെയ്യട്ടെ. ചിലപ്പോൾ റിസർവേഷൻ ബുക്ക് ചെയ്ത് വെക്കണം. എന്താന്നോ, അരമണിക്കൂർ മുമ്പ് റിസർവേഷൻ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏതായാലും തരപ്പന്മാർ എടുത്തിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. അതേ ചിലപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവുക. അപ്പൊ എന്തായാലും നമുക്ക് വേറെ ട്രിപ്പ് ഒന്നും ഇല്ല. ഇതിപ്പോ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിലും സമയം കഴിയണം. ഇവിടെ എവിടെയും സൈഡ് ആക്കിയിട്ട് AC ഇങ്ങനെ ഇട്ടൊന്നിട്ട് കാര്യമല്ലല്ലോ. എവിടെയും സൈഡ് ആക്കട്ടെ. വല്ലാണ്ട് അങ്ങോട്ട് ദൂരത്തേക്ക് പോകാനും പറ്റൂല. ആളെ ഹെഡ് ഇവിടെ കാണുന്നുണ്ട്, കണ്ടോ? വല്ലാണ്ട് ദൂരത്തേക്ക് പോയാല് ഈ പിൻ നമ്പറിന്റെ അടുത്തുനിന്ന് വിട്ടു പോയാല് പിന്നെ നമുക്ക് അവിടെ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് പൈസ കയറൂല. ആ സമയം റണ്ണിങ് ആവില്ല. സമയം റണ്ണിങ് ആയാലുള്ളൂ ക്യാൻസലേഷന്റെ പൈസ കിട്ടുള്ളൂ. അപ്പൊ ഏതായാലും ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, നോ പാർക്കിങ്. അവിടെ തന്നെ പാർക്ക് ചെയ്യാം നമുക്ക്. നമ്മളെ 9 മിനിറ്റ് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് കറക്റ്റ് ആക്കിയപ്പോ തന്നെ റൈഡർ ക്യാൻസൽ ചെയ്ത്. അതും നമ്മളെ 9 മിനിറ്റ് ടൈമിങ് കറക്റ്റ് ആവുകയും ചെയ്ത്. ചിലപ്പോ എന്താ മേക്ക് അനദർ ക്യാൻസലേഷൻ ഫെയർ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇതിന് വന്ന ഉടനെ ആള് ക്യാൻസൽ ചെയ്ത്. 15 റുപ്യ കിട്ടിയിട്ടുള്ളൂ അല്ലേ. കുഴപ്പമില്ല, അതവിടെ കിടക്കട്ടെ. ചിലപ്പോ ആൾ ഇനിയും ബുക്ക് ചെയ്യും. നമുക്ക് തന്നെ ട്രിപ്പ് വരിക. നോക്കി ഏതായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഏതായാലും പാർക്ക് ചെയ്തല്ലേ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങാം. മാച്ച് ട്രിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിനു മുമ്പ് ഒരു 132ന്റെ ഒരു മാച്ചും വന്ന്. മാച്ച് കുറെ വരുന്നുണ്ട്. അടിച്ചു 10 കിലോമീറ്റർ ഡ്രോപ്പ്, 184, 200 മീറ്റർ പിക്കപ്പ്. അപ്പൊ ഇങ്ങോട്ട് വന്നതില് നഷ്ടമല്ല. ഇവിടുന്ന് സ്ട്രൈറ്റ് പോയിട്ട് നേരെ ഒരു മെയിൻ റോഡ് ഉണ്ട്. ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ച ട്രിപ്പ്. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടോ, അവിടുന്ന് ലെഫ്റ്റേക്കാണ് കാണിക്കുന്നത്. ഓട്ടോറിക്ഷക്കാരൻ നോക്കിയിട്ട് ചെറിയ കറക്റ്റ് നമ്മളെ അജിത്തിന്റെ അതേ ഫേസ് കട്ട്, അജിത്തിന്റെ പോലെ. ഞാൻ വണ്ടി ഓടിച്ചപ്പോഴും എനിക്ക് തോന്നി. ഇപ്പൊ ചിരിച്ചപ്പോ ഒന്നും കൂടി അജിത്തിന്റെ പോലെ തോന്നുന്നുണ്ട്. നമ്മൾ അജിത്ത് ഫോട്ടോ വെച്ചില്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇതിന് ട്രിപ്പ് അടിച്ച് സാധനം അവിടെ തന്നെ എടുത്ത് വെച്ച് ഞാൻ അടുത്ത ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കഴിക്കാം. ജംഗ്ഷനെ പോയി പിക്കട്ടെ. ഇനി ഇത് എന്ത് വള്ളിയാന്നാവോ.
ആള് ബുക്ക് ചെയ്ത് ഇവിടെയാണ്. ആള് ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം സെന്ററിൽ കിടക്കുന്നുണ്ട്. ഈ സ്ഥലം നമ്മള് ഈ ട്രാൻസ്ഫോമറിന്റെ അടുക്ക് ഇപ്പൊ അടുത്തൊരു ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ഈവനിങ് ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഊബർ ഓഫ് ചെയ്താണ്ട് അവിടെ എവിടേക്കായിരുന്നു കസ്റ്റമർ വീടുണ്ടായിരുന്നു. ആ ഗേറ്റ് ഇവിടെ ഡ്രോപ്പ് ചെയ്തിന് കഴിഞ്ഞ 2 ദിവസം മുമ്പായിട്ട്. അപ്പൊ അവിടുന്ന് തന്നെയാണ് അടുത്ത പിക്കപ്പും വന്നിക്കണേ. അതിപ്പോ ആള് ഇവിടെ എത്തിയോ, റൈറ്റ് സൈഡിൽ എത്തിയല്ലോ ആള്. വേറെ ഇവിടെ ബാക്ക് സൈഡിലാണല്ലോ, ലെഫ്റ്റ് സൈഡില്. അപ്പൊ ഇതിൽ കൂടി ഇങ്ങനെ ചാടി കളിക്കേണ്ട ആള് ആണോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി കളിക്കണം. എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ എന്തേലും ആയിരിക്കും. അത് വീടല്ലേ, വീട് തന്നെയാണ്. അവിടേക്കാണ് നാളെ നമുക്ക് ഡ്രോപ്പ് കിട്ടീന്. ഒരു ചേച്ചി ഒരു കുട്ടി നമ്മളെ തേവരന്റെ അവിടെ സ്കൂളിൽ നിന്ന്. അപ്പൊ ഇയാളൊന്ന് വിളിച്ചു നോക്കട്ടെ. അരെ ഇവിടെ ഡാറ്റ കോൾ ചെയ്യാം. കസ്റ്റമർ വരുന്നുണ്ട് കേട്ടോ. അതൊരു ലേഡി തന്നെയാണ്. എനിക്ക് തോന്നണതേ ആ ചേച്ചി തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. അത് നമ്മൾ പറഞ്ഞ മാതിരി ആ ചേച്ചി തന്നെ ആയിരുന്നു നാളെ ഡ്രോപ്പ് ചെയ്ത ചേച്ചി. അപ്പൊ നമുക്ക് റാപ്പിഡോയില് വേറെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ഒരു ബോബി. 370 രൂപയുടെ ട്രിപ്പാ. അത് എവിടുക്കാന്ന് നോക്കാൻ പറ്റിയില്ല. ഞാൻ ആ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് QR കോഡ് കൊടുക്കുകയാണ്. അതിന്റെ ഇടയിലാ വന്നത്. അപ്പൊ ഡിലേ ആയി ക്ലിക്ക് ചെയ്യാൻ, എന്നാലും സാധനം കിട്ടി. അപ്പൊ നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ ലൊക്കേഷൻ നോക്കിയില്ല. ഊബറിൽ ഇതാ ട്രിപ്പ് അടിക്കണേ. ഞാൻ ഊബർ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ മാച്ച് എടുത്തുകൊണ്ട് ഞാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ റാപ്പിഡോ ക്യാൻസൽ ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ഊബർ ഓടും. അത് മാച്ച് കിട്ടിയില്ല. പക്ഷെങ്കിൽ ഇതാ ട്രിപ്പായിട്ട് വന്നിക്കണേ 278. നമുക്ക് റാപ്പിഡോന്റെ ട്രിപ്പ് എവിടുക്കാന്ന് ചോദിച്ചോട്ടോ. ഇതിപ്പോ ഇനി ഒന്നും കൂടി ഓടിക്കണം. ബാക്ക് ഭാഗത്താണ് കിടക്കുന്നത്. റാപ്പിഡോ തന്നെ ഓടേണ്ടി വരും. അത് എവിടുക്കാന്ന് നോക്കി നോക്കട്ടെ. ഇത് 17 കിലോമീറ്റർ ഉണ്ട് 278 രൂപക്ക് ഊബറിൽ പഠിച്ച ട്രിപ്പ്. മറ്റേത് എത്ര കിലോമീറ്റർ ഉണ്ടോക്കട്ടെ. അതെ, ഊബറിന്റെ ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. റാപ്പിഡോ ഓടാം. റാപ്പിഡോ 370 എവിടുക്കാ മറ്റേ കിലോമീറ്റർ ഞാൻ നോക്കിയില്ല. ഊബർ 250 രൂപ 278 കണ്ടത്. അതിൽ 250 കൂട്ടിക്കോ, അത് കിട്ടൂല. 250 കിട്ടുകയാണെങ്കിൽ തന്നെ 17 കിലോമീറ്റർ വെച്ച് നോക്കുമ്പോ 15 ഉറുപ്പിക വെച്ചിട്ടാണ് കിലോമീറ്ററിന് കിട്ടുന്നത്. നഷ്ടമാണ്. പിന്നെന്താണോ, അത് ഇൻഫോ പാർക്കാണ്. കാക്കനാട് നിലയാണ്ട് ഞാൻ അത്രയും ശ്രദ്ധിച്ചുള്ളൂ. എന്തായാലും ഇൻഫോ പാർക്ക് ആയിരിക്കും. ഇനിയിപ്പോ കാക്കനാടാണെങ്കിലും ആ ബ്ലോക്ക് കൂടി പോകണം. ഈ 15 ഉറുപ്പിക കിലോമീറ്ററിന് തന്നാണ്ട് ആ ബ്ലോക്ക് കൂടി പോകുമ്പോ എന്തായാലും ഒന്നുകൂടി നഷ്ടമാവും. അപ്പൊ ഏതായാലും നമ്മള് റാപ്പിഡോ ട്രിപ്പ് തന്നെ എടുക്കാൻ തീരുമാനിച്ചു. ഇനിയിപ്പോ ഒരു 600 മീറ്ററും കൂടി ഉള്ളൂ റാപ്പിഡോന്റെ ആളുടേക്ക്. മറ്റേ ചേച്ചിനോടെ ഇപ്പൊ ലാസ്റ്റ് കയറിയ ചേച്ചി ഉണ്ടല്ലോ, അവളോട് ഞാൻ പറഞ്ഞു കുട്ടികളില്ലെന്ന് ചോദിച്ചു. അപ്പൊ ചേച്ചി ഒന്ന് നെട്ടി, എന്താ ഇപ്പം പറയണേത്. അപ്പൊ നമ്മൾ ഇന്നാള് വന്നപ്പോ 2 കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ എന്നോട് നോക്കിട്ട് ഇങ്ങനെ തിരിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്നാള് നമ്മളെ വണ്ടിയിൽ പോകുന്നുണ്ടായിരുന്നു, ബെൽറ്റ് ഒക്കെ മറന്നു വെച്ചാൽ ചോദിച്ചു. പറഞ്ഞു. നമ്മളെ ആടില് വിനായക ആംബുലൻസ് എന്ന് പറയില്ല, കമ്മട്ടം എന്ന് പറഞ്ഞാല് എന്നല്ലേ. നമ്മളെ കസ്റ്റമർ ഉണ്ട് ഇവിടെ, കൈ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ റാപ്പിഡോന്റെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഇവിടെ വന്നപ്പോ ഊബർ ഓൺ ആക്കിയപ്പോ നല്ല സർജ് ഉണ്ട്. ഇതുണ്ടോ, നമ്മൾ ഏകദേശം സർജിന്റെ അവിടെ നിൽക്കുന്നത്. അമൃത ഹോസ്പിറ്റലിലേക്കായിരുന്നു കേട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഞാന് 370 രൂപയാണ് കരുതിയത്. അപ്പൊ 317 മാറിപ്പോയി. 370 ആണെങ്കിൽ ഒന്നുകൂടിയും അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല. ഇത് 17 കിലോമീറ്റർ തന്നെ ആയിരുന്നു കേട്ടോ. ഊബറിന്റെ പോലെ തന്നെ. ഊബറിൽ നമുക്ക് 270 കണ്ടത്. അതിൽ നമുക്ക് എന്തായാലും ഒരു 15 ഉറുപ്പിക ടാക്സ് പോവാണ്ടിരിക്കൂല ആ 270. പോരാത്തിന് സെയിം കിലോമീറ്ററും ആണ്, 17 കിലോമീറ്റർ. ഇതിന്റെ കിലോമീറ്റർ പിന്നെ വണ്ടി ജസ്റ്റ് ഒന്ന് നീങ്ങിയപ്പോത്തിന് 16 കിലോമീറ്റർ ആയി. അപ്പൊ കറക്റ്റ് 17 ഇല്ല. എന്നിട്ടും 317 നമുക്ക് കിട്ടി. പിന്നെ മറ്റേത് പറഞ്ഞാല് പാലാരി വട്ടം വഴിയാ പോകേണ്ടത്. അത് കാക്കനാട് നിന്ന് മാത്രമേ കണ്ടോളൂ. ചിലപ്പോ ഇൻഫോ പാർക്ക് കേൾക്കാലോ. ഇൻഫോ പാർക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബ്ലോക്ക് കൂടും. അപ്പൊ ഇതെന്തായാലും കുഴപ്പമില്ല ഈ ട്രിപ്പ് എടുത്തത്. ഞാൻ അത് വല്ല ഇൻട്രസിറ്റിയോ കുമ്പളം ഭാഗത്തേക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പണിയാവും. കാരണം എന്താ വെച്ചാല് റാപ്പിഡോയില് ഇൻട്രസിറ്റിക്ക് റേറ്റ് കുറവാ. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഊബർ ആയിരിക്കും നല്ലത്. കുമ്പളത്തേക്കൊക്കെ ട്രിപ്പ് അടിക്കുമ്പോഴേ ഊബറിൽ ഇൻട്രസിറ്റി ആകുമ്പോൾ റേറ്റ് കൂടും. ഏതായാലും ഇപ്പൊ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. നമ്മളെ കുന്നുംപുറമുള്ള ഹോട്ടലിന്റെ അടുക്ക് പോയി നോക്കാം. അവിടുന്ന് ഫുഡ് കഴിക്കാം. ട്രിപ്പുകൾ വരുന്നുണ്ട്. അത് പോയി. മാച്ച് ട്രിപ്പ് ആട്ടോ വന്നത്. അതുവരെ ഓണാക്കിയാണ്ട് ഇങ്ങനെ പോവാ. ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാം. ഊബറിലും ട്രിപ്പ് അടിച്ചു, റാപ്പിഡോയിലും ട്രിപ്പ് അടിച്ച്. റാപ്പിഡോയില് 2.8 കിലോമീറ്റർ. അതെന്തായാലും വേണ്ട, അത് ക്യാൻസൽ ചെയ്യാം. പക്ഷെ അത് 200 എത്ര ഉണ്ട് കേട്ടോ ഫെയർ. അത് ഡ്രോപ്പ് എടുക്കാന്ന് ഞാൻ നോക്കിയില്ല. അത് അപ്പോ റാപ്പിഡോ ഓഫ് ചെയ്തിട്ടുണ്ട്. ഊബർ നമുക്ക് അടിച്ചത് അതും എടപ്പള്ളി. മറ്റേ അത് 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ, 11 മിനിറ്റ് ഉണ്ട്. മറ്റേത് ഇവിടുന്നായിരുന്നു, നമ്മളെ ചെങ്ങമ്പുഴ പാർക്കിന്റെ ആ ഭാഗത്തു നിന്നായിരുന്നു. ഇത് നമ്മളെ പത്തരിപ്പാലം ആ ഭാഗത്തേക്കാണ്. അപ്പോ ഇത് നമ്മളെ ഹൈവേന്റെ അടിയിൽ കൂടി ഒക്കെ ആയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോണം. എന്താവുന്നാവോ. മാച്ച് ട്രിപ്പ് ആയിരുന്നു, അത് അക്സെപ്റ്റ് ആയി.
ഇതാകെ 4 കിലോമീറ്ററോ 2-3 കിലോമീറ്റർ എന്തോ കേട്ടോ ഡ്രോപ്പ്. 120 രൂപയുടെ ട്രിപ്പാണ്. അപ്പൊ പിക്കപ്പിന്റെയും പാടെ കൂട്ടുമ്പോ ഒരു 5-6 കിലോമീറ്റർ ആവും. ഞാനൊന്നേ കസ്റ്റമറിനൊന്ന് വിളിച്ചു പറയട്ടെ. 10 മിനിറ്റ് ആവുമെന്ന് പറയാ. ചിലപ്പോ ക്യാൻസൽ ചെയ്താലോ, മറ്റേ ചിലപ്പോ വണ്ടി കിട്ടാത്തോണ്ടായിരിക്കും. അപ്പൊ കുഴപ്പമില്ല എന്ന് പറയും. എന്തായാലും നോക്കി നോക്കട്ടെ, ഒന്ന് വിളിച്ചോട്ടെ. ഹലോ, ഒരു 10 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോ അമൃതന്റെ ഈ സിഗ്നലിന്റെ അവിടെ ഉള്ളത്. 10 മിനിറ്റ് കാണിക്കണ്ടെന്ന് വേണം വരാനായിട്ട്. അപ്പൊ വരാനാണ് പറഞ്ഞത്, കുഴപ്പമില്ല. അവിടെ ഇങ്ങനെ വേണ്ടാന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു ചർച്ച ഉണ്ട്, നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ആ ചേട്ടൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ കുഴപ്പമില്ല, വരാൻ പറഞ്ഞിരിക്കണം. അപ്പൊ ചിലപ്പോ ഇനി ക്യാൻസൽ ചെയ്യില്ലായിരിക്കും. ചിലപ്പോ ഇത്ര സമയം എടുക്കുമ്പോഴേ ചിലവിൽ അവിടെ എത്താൻ നേരത്ത് ക്യാൻസൽ ചെയ്ത് നമ്മൾ അത്രയും പോയത് വെറുതാവും. അത്രയും ലോങ് പോകുമ്പോൾ നമുക്ക് ചിലപ്പോ 15 ഉറുപ്പ്യൊക്കെ തരുള്ളൂ ഊബറാര്. ചില സമയത്ത് നല്ലോണം കിട്ടും. നാളിപ്പോ നമുക്ക് റിസർവേഷൻ ട്രിപ്പ് ക്യാൻസൽ ആയപ്പോ 25-50 രൂപ വെച്ച് കിട്ടി. അത് നല്ല ലാഭമായി. ചില സമയത്ത് തീരെ കിട്ടൂല. അപ്പൊ ഏതായാലും വിളിച്ചു പറഞ്ഞോളൂ, ആള് കുഴപ്പമില്ല. 4 കിലോമീറ്റർ ഉള്ളൂ ഡ്രോപ്പ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ചായ കുടിക്കാം. വീണ്ടും നമ്മൾ അമൃതയിലെത്തിട്ടോ. അമൃതയ്ക്ക് തന്നെ ആയിരുന്നു ആ ട്രിപ്പ് ഉണ്ടായിരുന്നത്. ആ ട്രിപ്പുകൾ ഇങ്ങനെ അടിച്ചോണ്ട് നിൽക്കണം, മാച്ചുകള്. ഇത് കിട്ടുമോ? അത് കിട്ടി. ഞാൻ ഇനിയും മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് ഹോട്ടലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇതിപ്പോ 900 മീറ്ററിലാട്ടോ പിക്കപ്പ് അടിച്ചിക്കണേ. ഗിരീഷ് 900 മീറ്റർ. ഇത് എവിടുന്ന? എന്തായാലും അമൃതയിൽ ആവൂല. അമൃതയിൽ നിന്നല്ല, പുറത്തുനിന്നാണ്. ആള് പിക്കപ്പ് അപ്ഡേറ്റ് ചെയ്തു. ഇപ്പൊ 1 കിലോമീറ്റർ ആയി. ഇപ്പൊ 950 മീറ്റർ ആയി. നേരത്തെ ട്രിപ്പ് നമുക്ക് അങ്ങോട്ട് പോയപ്പോ എത്ര 2 കിലോമീറ്ററോളം ഉണ്ടായിരുന്നല്ലോ പിക്കപ്പ്. ഇങ്ങോട്ട് പിന്നെ ഡ്രോപ്പ് 4 കിലോമീറ്ററിന്റെ അടുത്തുണ്ടായിരുന്നു. അത് അയാള് വേറെ റൂട്ട് പറഞ്ഞത്. ആ റൂട്ട് കൂടി പോന്നപ്പോ 2 കിലോമീറ്റർ കുറഞ്ഞ്. അതുകൊണ്ട് നമുക്ക് അത് ലാഭമായി. 2 കിലോമീറ്ററിന് 120 രൂപ കിട്ടി. 150 ടോട്ടൽ വാങ്ങിയത്. 120 നമുക്ക് കിട്ടി. അതേതായാലും ലാഭമായി. ഇപ്പൊ ഈ ട്രിപ്പ് 200 രൂപയുടെ ട്രിപ്പാ. അത് എവിടേക്കാ ഡ്രോപ്പ് ആവും. എന്തായാലും ഒരു 10 കിലോമീറ്ററിന്റെ താഴെയൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം. നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. അത് കഴിഞ്ഞിട്ട് വേറെ ട്രിപ്പും പാടെ നമുക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ എക്സ്പ്രസ് വേയിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക്. ഇപ്പൊ ഒരു ട്രിപ്പും പാടെ വന്നിട്ടുണ്ട് മാച്ച്. 300 മീറ്റർ ഉള്ളു പിക്കപ്പ്. അത് കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പോ അതിനുശേഷം നമുക്ക് ആദ്യം കിട്ടിയത് അമൃതന്റെ അവിടുന്ന് കിട്ടിയത് മറ്റേ പാലാരോട്ടത്തേക്കായിരുന്നു. പൈപ്പിലെ റോട്ടുമ്പോ ഒരു കോൺഫിഡന്റ് ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് തന്നെ നമുക്കൊരു പിക്കപ്പ് അടിച്ചു. അതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് ഡ്രോപ്പ് ചെയ്തത്. ഇപ്പൊ നമ്മളിവിടെ ആംബിയൻസിന്റെ ഇവിടെ കൊടുന്ന് സൈഡാക്കിയിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് കരുതി. ഇനിയിപ്പോ ഇവിടെ അടുത്തൊന്നും അങ്ങനത്തെ ഹോട്ടലുകളില്ല. പിന്നെ ഇപ്പൊ ഇവിടെ ചായയും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഏതായാലും പോയിട്ട് ഒരു ചായയും ചെറുകടി എന്തെങ്കിലും കഴിക്കട്ടെ. പിന്നെ നമ്മളെ ഒരു മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടല്ലോ. ഇവൻ പിന്നെ വണ്ടിയിൽ ഉണ്ടാകുമ്പോ വലിയ പ്രശ്നമല്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ഊബർ ഓഫ് ചെയ്യട്ടെ. 871 രൂപ കേട്ടോ ഇപ്പൊ ഓടിയത്. 10:15 സമയം. എത്ര ട്രിപ്പ് എടുത്തു? 5 ട്രിപ്പ്. അപ്പോ ഇവിടെ ഒക്കെ നല്ല സർജ് കാണിക്കണ്ടേ കാക്കനാട് ഭാഗത്തൊക്കെ. കുറച്ചേരം ഒന്ന് ഓഫ് ആക്കി ഇടാം, ചായ അടിക്കാം. ഓഫാക്കാൻ വലിയ ഇതൊന്നും ഇല്ല, എന്നാലും എന്തായാലും ഒക്കെ കഴിക്കാൻ എഴുതിയിട്ട്. ലൊക്കേഷൻ ഓഫ് ചെയ്യട്ടെ. ഹോട്ട്സ്പോട്ട് ഓഫ്. ഓക്കെ. സമയം ഇവിടെ 1:51 ആയിട്ടോ. നമ്മളിപ്പോഴും ഇവിടെ തന്നെയാണ്, ആംബിയൻസിന്റെ അവിടെയാണ്. നമുക്കിപ്പോ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. പ്രീതം എന്ന് പറഞ്ഞിട്ട് എടപ്പള്ളിക്കാണ് അടിച്ചിട്ടുള്ളത്. എന്താ വെച്ചാലേ നമ്മൾ ഇത്രയും നേരം ഓഫ് ആക്കിക്കായിരുന്നു, ഇപ്പോഴാണ് ഓൺ ആക്കിയത്. നല്ലൊരു ട്രിപ്പ് ഇത് അടിക്കണം. 332 രൂപയുടെ ട്രിപ്പ് റാപ്പിഡോ ഓഫ് ചെയ്തിട്ടെ. നമ്മൾ ഇത്രയും നേരം ഓഫ്ലൈൻ ആക്കിയതേ നമ്മളെ താജുദ്ദീൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓന്റെ അൾട്ടണ്ണൂർ മാറ്റി ഇപ്പൊ വേഗനർ എടുത്തുക്കണം, ഇന്നലെ എടുത്തത്. അപ്പൊ അതില് കുറച്ച് പരിപാടികൾ സെറ്റ് ചെയ്യാണ്ടായിരുന്നു. ആദ്യം ഓന് നമ്മളെ ഈ QR കോഡ് ഉണ്ടല്ലോ ഗൂഗിൾ പേന്റെ, അത് കങ്ങരപ്പടി പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞപ്പോ അവന്റെ വണ്ടിയിൽ ഇതേപോലെ സ്ക്രീൻ ഉണ്ട്. അപ്പൊ അതിൽ യൂട്യൂബ് വരുന്നില്ല. അത് റെഡിയാക്കാൻ വേണ്ടി എടപ്പള്ളി പോയി. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോ ഇവിടെ എത്തി. രണ്ടാൾ ഓണാക്കിയപ്പോ ഓന് ട്രിപ്പ് അടിച്ച്, എനിക്കിപ്പോ ഒരു ട്രിപ്പ് അടിച്ച്. അപ്പൊ ഓന്റെ ഫസ്റ്റത്തെ ട്രിപ്പ് എടുക്കാൻ പോയിക്കോണം വേഗനറില്. നമുക്ക് ഊബറിലാട്ടോ ട്രിപ്പ് അടിച്ചിക്കണേ. ചെറിയ ട്രിപ്പാണ്, എടപ്പള്ളിക്കാണ് അടിച്ചിട്ടുള്ളത്. ഇപ്പൊ റാപ്പിഡോയില് ട്രിപ്പ് വന്നു, നല്ലൊരു ട്രിപ്പ് ചെയ്യാനത്. അത് ഇനി സാരല്ല, വരാപ്പുഴക്കാണ്. നമുക്ക് ആ ട്രിപ്പ് ഇവിടേക്ക് ഗ്രാൻഡ് മാൾക്കായിരുന്നു കേട്ടോ, എടപ്പള്ളിയിലുള്ള. പക്ഷെങ്കിൽ അതിന് ശേഷം നമുക്കൊരു ട്രിപ്പും പാടെ അടിച്ചു 160. അത് 4.5 കിലോമീറ്റർ പിക്കപ്പ് കാണിക്കണേ. സംഭവം എന്താ വെച്ചാൽ ഇതിൽ കൂടി പോയാൽ മതി. ജസ്റ്റ് ഇതിലെ പോയിട്ട് മരോട്ടിച്ചോടുന്നാണ് ഇത് പിക്കപ്പ് ഉള്ളത്. പിന്നെന്താന്നോ ഇവിടെ റോഡ് ക്രോസ് ആക്കിക്കാണ്. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടോ. പക്ഷെ ഇപ്പൊ ഒരു ഡിസയർ പോയി. അതവിടെ ലെഫ്റ്റ് തിരിഞ്ഞു. ഇനി അതിലൂടെ റോഡ് ഉണ്ടോ? ഇല്ല.
അതിൽക്കൂടി വണ്ടി പോകുമെന്ന് അറിയില്ല. മറ്റേ റോട്ടിക്ക് എങ്ങനെയൊക്കെ എത്തിപ്പെട്ടമ്മ അവിടെ ഒരു JCB കിടക്കുന്നുണ്ട് ക്രെയിന്. ഇല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എത്തൂല. ഇനിയിപ്പോൾ ഈ ഹൈവേ കൂടി പോയിട്ട് അവിടെ യൂട്ടേൺ അടിക്കേണ്ടി വരും. അവിടെ ഒരു ചടങ്ങാണ്. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പറ്റില്ല. അത് 1 വേ ആക്കിക്കോണം. ആ ഒരു യൂട്ടേൺ അടിക്കണം അവിടെ. അത് കിട്ടുമെന്ന് നോക്കി നോക്കട്ടെ, ചെന്ന് നോക്കട്ടെ. നമുക്ക് സർവീസ് റോഡ് കിട്ടിട്ടോ. ഞാൻ നോക്കുമ്പോൾ വണ്ടികളൊക്കെ വരുന്നുണ്ടായിന്. അപ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ പാലാരിവട്ടം ഭാഗത്തേക്ക് തന്നെ നിർത്തി ഇങ്ങനെ നിന്ന്. പെട്ടെന്ന് റോഡ് മൊത്തം കാലിയായി. ഈ സർവീസ് റോഡ് അവിടെ എന്താന്ന് ഒറ്റ വണ്ടിക്ക് വരാനുള്ള ഗ്യാപ്പുള്ളൂ. എന്നാലും ചിലവരൊക്കെ അതിലൂടെ വരലുണ്ട് നമ്മള്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് ഉണ്ടോ ഈ പോളോ ബാക്ക് എടുക്കണുണ്ടോ, ഈ റോഡ് കൂടിയാണ് നമുക്ക് വരണ്ടീനെ. ശരിക്കും ഒരു 100 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് റോഡ് കാലിയായി. വേഗം അവിടെ ഇട്ടാണ്ട് ഒരു കടന്റെ മുമ്പിലിട്ട് വേഗം വണ്ടി ഓടിച്ചു, റെഡിയായി. ഇനിയിപ്പോൾ 450 മീറ്ററും കൂടി ഉള്ളു ആളെടുത്തേക്ക്. ആളിതുവരെ ക്യാൻസൽ ചെയ്തിട്ടില്ല. ഞാൻ വിളിച്ചു പറയാൻ നിൽക്കായിരുന്നു ക്യാൻസൽ ചെയ്തിട്ട് വേറെ ബുക്ക് ചെയ്യാൻ. കാരണം നമുക്ക് അത്ര പാലാരിവട്ടം ആയിക്കൂടെയൊക്കെ പോയിട്ട് ചുറ്റി വരാനാണ് കാണിക്കുന്നത്, പാടിവട്ടം വഴി. ഏതായാലും ഇപ്പം ഇനി വേറെ ഒരു 350 മീറ്ററും കൂടി ഉള്ളൂ. ആളെ പോയി പിക്ക് ചെയ്യട്ടെ. തെസ്നിയാൻ തോന്നുന്നുണ്ട്, ആലുവക്കാണ്. നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. അതൊരു ഫാമിലി ആയിരുന്നു. 161 രൂപയാണ് അതിന് കിട്ടിയത്. 7 കിലോമീറ്റർ 190 ടോട്ടൽ വാങ്ങി. 21 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പൈപ്പില്ല റോട്ടുമേൽ നിൽക്കുന്നത് കുന്നത്തേരിക്ക് പോകണം അവിടെ. അപ്പോൾ കുന്നത്തേരിക്ക് ഒരു 400 മീറ്ററും കൂടി ഉള്ളൂ. ഇപ്പോൾ കൊണ്ടുവന്ന കസ്റ്റമർ വീടാട്ടത്. വീടല്ല, വാടക കൊടുത്ത വീട്. ആളെ ഡ്രോപ്പ് ചെയ്ത വീട് തൊട്ടപ്പുറത്താണ്. ഇവിടെ ഊബറാർക്കാണ് വാടക കൊടുത്തിക്കണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഒരു ഫാമിലി ഉണ്ട്, 2 ബാച്ചിലേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. റെന്റ് എത്രയെന്നൊന്നും ചോദിച്ചില്ല. നല്ല സൗകര്യമാണ് വണ്ടിയൊക്കെ ഇടാൻ. ഞാൻ ഇതിൽ കൂടി പോകുമ്പോൾ വണ്ടിയാൾ കണ്ടീന്. അപ്പോൾ ഇയാളതാണ് ആ റൂംസ്. ഞാൻ ഇവിടുന്ന് ഒരു 300 അല്ല 100, 150, 200 മീറ്റർ ഉള്ളൂ വഹാബ് മുസ്ലിയാരുടെ അടുത്തേക്ക്, പള്ളിക്ക്. അപ്പോൾ പള്ളിക്കൊക്കെ ഒന്ന് പോയേക്കട്ടെ, വഹാബ് മുസ്ലിയാരെന്ന് കണ്ടോക്കട്ടെ. ഞാൻ പള്ളിക്ക് ഇങ്ങനെ കയറാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിന് ട്രിപ്പ് അടിച്ച് 294 രൂപയുടെ 18 കിലോമീറ്റർ ഉണ്ട്. എനിക്ക് പോകാൻ വലിയ മൂഡില്ല. അപ്പോൾ ആളിങ്ങനെ മെസ്സേജ് അയച്ച്. അപ്പോൾ ഞാൻ 5 മിനിറ്റ് ആവുമെന്ന് പറഞ്ഞു. കാരണം എന്താണെന്നോ, ഈ പെട്ടെന്ന് തന്നെ ഇത് രണ്ടും പെട്ടെന്ന് റിപ്ലൈ വന്നത്. അപ്പോൾ ഇനി അവിടെ എത്തുമ്പോഴായിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ കയറാൻ നിൽക്കാനില്ലേ. അപ്പോൾ കൺഫേം ചെയ്ത് ആള് വീട് നമ്പറൊക്കെ വിട്ടിട്ടുണ്ട്. കോൾ ചെയ്ത് ഓക്കെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പോയോക്കട്ടെ, ഓട്ടം നടക്കട്ടെ. ഞാൻ ഈ ബൈക്ക് നിർത്തി അവിടെ വരെ എത്തി. ഇതാണ് പള്ളിൻ്റെ ഗേറ്റ്. ഇനിയിപ്പോൾ പിന്നെ കാണാം. വഹാബ് പിന്നെ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ, ട്രിപ്പ് ഓടാം. അത് നമ്മൾ മറ്റേ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. 4:11 സമയം. അത് കുറേ നേരം നമുക്ക് വെയിറ്റിംഗ് വന്ന്. അപ്പോൾ അത് നമുക്ക് എത്ര സമയം എടുത്ത്, 250 രൂപയുടെ ട്രിപ്പാണ്. 1 മണിക്കൂർ 4 മിനിറ്റ് സമയം എടുത്താണ്ടോ. 18 കിലോമീറ്ററിന് 420 ഞാൻ 500 വാങ്ങിയിട്ടുണ്ട് വെയിറ്റിംഗ് അടക്കം. ഇതാണ്ടോ 500 രൂപ വാങ്ങിയിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ടിലേക്ക് തട്ടി സെക്യൂരിറ്റിക്കാരന്. നമ്മളെ കസ്റ്റമർ വരുന്നുണ്ട്. നമ്മളിപ്പോൾ എവിടെ കുഴിവേലിപ്പടിയിലായിട്ടുള്ളത്. ആസ്റ്റർത്തെ ഡ്രോപ്പ് നമുക്ക് എടച്ചിറയിലുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇവിടെ ഇൻഫോ പാർക്കിൽ നിന്ന് ഒരു പിക്കപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, ലുലു സൈബർ ടവർ 1 അത് കുഴിവേലിപ്പടിക്കൊക്കെ ആയിരുന്നു. അത് 1.5-2 കിലോമീറ്ററോളം പിക്കപ്പ് ഉണ്ടായിരുന്നു. ഡ്രോപ്പ് എത്ര 6 കിലോമീറ്റർ 6.50 കിലോമീറ്റർ 135 രൂപയാണ് നമുക്ക് അതിന് കിട്ടിയത്. അത് കുറച്ച് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോൾ പതുക്കെ ഇങ്ങനെ പോരേണ്ട ആവശ്യം വന്ന്. മറ്റേ ആ 2 മൾട്ടിപ്പിൾ സ്റ്റോപ്പുള്ള ട്രിപ്പ് ഉണ്ടായിരുന്നല്ലോ, നമ്മളെ ആലുവന്ന് ട്രിപ്പ് അടിച്ചത് കുന്നത്തേരിന്ന്. അപ്പോൾ അത് ആദ്യം ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റോപ്പ് കഴിഞ്ഞു. അത് ഇവിടെ നമ്മളെ ആലുവ സബ് ജയിലിലേക്കാണ് ഫസ്റ്റ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിന് വെയിറ്റിംഗ് ഇല്ല പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ പോലുണ്ടായിരുന്നു. ആയിക്കോട്ടെ, വെയിറ്റിംഗ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, അത് ലാസ്റ്റ് എന്താ വെച്ചാൽ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ അതിന് 60 രൂപ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. 500 രൂപയാണ് ടോട്ടൽ വാങ്ങിയത്. അപ്പോൾ അവരെ ഉമ്മയും മോളും പിന്നെ മകനും ഉണ്ടായിരുന്നു. പിന്നെ മോൾക്ക് 2 കുട്ടികളും ഉണ്ട്. അപ്പോൾ ആ മോളെ ഹസ്ബൻഡാണ് ജയിലിലുള്ളത്. അപ്പം മറ്റേ ഈ മോളെ അനിയന് എൻ്റെ കാറിൻ്റെ അടുത്ത് തന്നെ നിൽക്കാന്. ബാക്കി എല്ലാവരും കാണാൻ പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു, മറ്റേ ഇവിടെ ജയിലിൽ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. അതിന് പേപ്പറും കാര്യങ്ങളൊക്കെ വേണം ചോദിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ആരാണ് ഇവിടെ ഉള്ളത് ചോദിച്ചു. അത് അളിയനാണ് പറഞ്ഞു, അതായത് ആ മോളെ ഹസ്ബൻഡ്. അപ്പോൾ എന്താ കേസ് ചോദിച്ചു. അപ്പോൾ മിണ്ടാണ്ടിരുന്നു, പറയാൻ വലിയ താല്പര്യമല്ലോ ഒന്നും. എന്നിട്ട് എന്നോട് ചോദിച്ചു നാട്ടിലെവിടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നാട്ടിൽ മലപ്പുറത്താണ് പറഞ്ഞു. മലപ്പുറത്ത് എവിടെ, പെരിന്തൽമണ്ണ പറഞ്ഞു. ആയിക്കോട്ടെ. പിന്നെ ആ സംഭവ വിഷയം അവിടെ നിന്ന് മാറ്റിയതാണ്. അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു എന്താണ് കേസ് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ മിണ്ടാന്ന് ഞാൻ പിന്നെയും ചോദിച്ചു എന്താ കേസ് ചോദിച്ചു. ജയിലിൽ എന്താ കേസ്, അത് MDMA കുടുക്കിയതാണ് പറഞ്ഞു. കുടുക്കിയതാണെന്ന് പറഞ്ഞത് എന്താ സംഭവം എനിക്കറിയില്ല. അപ്പോൾ അത് MDMA കുടുക്കിയതാണ് പറഞ്ഞു. അതുകൊണ്ടാണ് കുറച്ച് പറയാനൊരു മടി, MDMA ആയതുകൊണ്ടേ. അപ്പോൾ കുടുക്കിയതാണ് പറഞ്ഞു. എങ്ങനെ ഇപ്പോൾ കുടുക്കിയെന്നാവോ.
എന്തോ ലോങ് ട്രിപ്പ് എന്തോ പോയതാണ്, അതിന്റെ ഇടയിൽ നിന്ന് പിടിച്ചതാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും അത് അവിടെ വിഷയം നിർത്തി. നമുക്കിപ്പോ അത് എന്തായാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ചോദിച്ചു തന്നെ ഉള്ളൂ. അതിപ്പോ ഇനിയിപ്പോ ആള് മറച്ചു പിടിച്ച് എഴുതിയിട്ടോ അങ്ങനെ മടി പിടിച്ചിട്ടോ കാര്യമില്ലല്ലോ. അയാൾ ഏതായാലും അങ്ങനെ പറയാനൊരു മടി കാണിച്ചു. നമ്മക്ക് വലിയ വിഷയമൊന്നുമില്ല, നമ്മളാ ട്രിപ്പ് ക്ലോസ് ചെയ്ത് നമ്മള് പൈസയും വാങ്ങി നമ്മള് പോകുന്നത്. ഊബറിൽ നിന്ന് ടോട്ടല് 1890 രൂപക്കാട്ടോ ഓടിയത് 10 ട്രിപ്പ്. നമ്മള് റൂമിലേക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്, ബാവ അവറോറ. അപ്പൊ നമ്മള് വീട്ടിലെത്തിട്ടോ. ഇന്ന് നമ്മള് ടോട്ടൽ ഓടിയത് CNG അടിച്ചിട്ട് നമ്മള് 150 കിലോമീറ്ററാണ് CNGയിൽ ഓടിയത്. 153 കിലോമീറ്ററാണ് ടോട്ടൽ ഓടിയത്. ഇനി 3 അട്ടിമ്പാടുണ്ട് CNG. അപ്പൊ ഇനി B0 ആക്കിയിട്ടെ. അപ്പൊ നമ്മള് ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 5:36 സമയം. ഇന്നത്തെ പരിപാടി ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇനി നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം.